നമസ്കാരം. അമേരിക്കയല്ല, ഇനി ആരധിക സമ്മർദ്ദവും ഭീഷണിയുമായി വന്നാലും ഇന്ത്യക്ക് മുന്നിൽ ഒന്നും വിലപ്പോവില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യ സൈനിക ആയുധ ബലത്തിൽ മറ്റേതൊരു രാജ്യത്തിനോടുമൊപ്പം കിടപിടിക്കാൻ തരത്തിൽ വലിയ മുന്നേറ്റമാണ് ഇതിനോടകം നടത്തിക്കഴിഞ്ഞത്. അതിനു പുറമെ പഹൽഗാം ഭീകരാക്രമണവും അതിനെ തുടർന്ന് നടന്ന ഓപ്പറേഷൻ സിന്ദൂറും തിരിച്ചടിയും ഒക്കെ കൂടി കഴിഞ്ഞപ്പോൾ തന്നെ നോക്കി കണ്ട് ആലോചിച്ച് തീരുമാനിച്ചിരിക്കേണ്ട കാര്യം ഇന്ത്യക്കില്ല. ഞൊടിയിട കൊണ്ട് തന്നെ തകർത്തു തരിപ്പണമാക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യ വികസിച്ചു കഴിഞ്ഞു എന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ അതിനുശേഷം കൂടുതൽ കരുത്താർജിക്കാനാണ് മോദി തീരുമാനിച്ചത്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം തന്നെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് പഹൽഗാം ഭീകരാക്രമണം വ്യക്തമാക്കി. ആ തിരിച്ചറിവിൽ ഇന്ത്യ തദ്ദേശീയമായും അല്ലാതെയും ആയുധ സൈനിക ബലം കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായി സൈനികർക്ക് കൂടുതൽ പ്രഹരശേഷിയുള്ള തോക്കുകളും മിസൈലുകളും ഉൾപ്പെടെ നൽകാൻ മോദി തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പോലും ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള അത്യാധുനിക യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യം മോദി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ തുടക്കം എന്നോണം 62,000 കോടി രൂപയുടെ ആയുധ ഇടപാട് നടത്താൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വ്യോമസേനയ്ക്ക് വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനാണ് തീരുമാനമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 97 തേജസ് മാർക്ക് 1A യുദ്ധവിമാനങ്ങളാണ് വാങ്ങുക. ഇതിനായി 62,000 കോടിയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഇതിനോടകം അനുമതി നൽകിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ വാങ്ങുക. ഇതിനായുള്ള കരാർ ഉടൻ ഒപ്പിടും. കാലപ്പഴക്കം ചെന്ന MiG-21 യുദ്ധവിമാനങ്ങൾ സേനയിൽ നിന്ന് ഒഴിവാക്കാൻ ഒരുങ്ങുകയാണ്. ഇതിന് പകരമാണ് തേജസ് വിമാനങ്ങൾ എത്തുക. 97 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ വരുന്നതോടെ തദ്ദേശീയ വിമാന നിർമ്മാണത്തിലൂടെ രാജ്യത്തെ ചെറുകിട സംരംഭങ്ങൾക്കും വലിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക. ഇന്ത്യ ആയുധ ശേഖരത്തിൽ മാത്രമല്ല ആയുധ നിർമ്മാണത്തിലും സ്വയം പര്യാപ്തമാകുമ്പോൾ ട്രംപിന് ഉൾപ്പെടെ വിരളി പിടിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. ഇന്ത്യയുടെ മിന്നൽ വേഗത്തിലുള്ള വളർച്ച തന്നെയാണ് ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയെ അട്ടിമുട്ടി തകർക്കാൻ ഇറങ്ങിപ്പുറപ്പെടാനുള്ള പ്രേരണ എന്നുകൂടി വേണം കണക്കാക്കാൻ. ഇതിനു മുൻപ് 40 തേജസ് വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് കൈമാറിയിരുന്നു. ഇതിനെ അപേക്ഷിച്ച് മാർക്ക് 1 പതിപ്പ് സാങ്കേതികമായി കൂടുതൽ മികച്ചവയാണ്. മെച്ചപ്പെട്ട ഏവിയോണിക്സ്, റഡാർ എന്നിവയാണ് തേജസ് മാർക്ക് 1A പ്രത്യേകതകൾ. ഇതിനു പുറമെ വിമാനത്തിന്റെ 65% തദ്ദേശീയമായി നിർമ്മിച്ച ഘടകങ്ങളാണ്. തേജസിന്റെ മാർക്ക് 2 പതിപ്പിന്റെ വികസനം അന്തിമ ഘട്ടത്തിലുമാണ്. തേജസ് മാർക്ക് 2വിന്റെ 200 യൂണിറ്റുകൾ വ്യോമസേന വാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ നിലവിൽ പ്രോട്ടോടൈപ്പ് ഘടകത്തിലുള്ള AMCA ഉൽപാദനം തുടങ്ങിയാൽ 200 വിമാനങ്ങൾ വ്യോമസേന വാങ്ങിയേക്കും. ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ വിമാനങ്ങൾ നേരിട്ട് വാങ്ങണമെന്ന വ്യോമസേനയുടെ ആവശ്യവും ദ്രുതഗതിയിൽ നടക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതി കൂടി വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്താകും. വ്യോമസേനയുടെ പക്കലുള്ള സോവിയറ്റ് കാലത്തെ MiG-21 യുദ്ധവിമാനങ്ങളെ സേനയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്നതോടെ വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ശേഷി 29 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തുമെന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് മോദിയുടെ ഉഗ്രൻ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. കാലതാമസമുണ്ടാക്കുന്ന MRFA ഇടപാട് വേണ്ട എന്നും പകരം നിലവിൽ കാര്യക്ഷമമെന്നും യുദ്ധ സാഹചര്യങ്ങളിൽ മികവ് തെളിച്ചതും വ്യോമസേനയുടെ ആവശ്യങ്ങൾക്കുതകുന്നതുമായ ഫ്രാൻസിന്റെ റഫാൽ വിമാനങ്ങൾ GTG കരാർ പ്രകാരം വാങ്ങാനാണ് നിർദ്ദേശം വെച്ചിരുന്നത്. ചൈനയുടെ സ്റ്റെൽത്ത് വിമാന ഭീഷണി ഇന്ത്യയുടെ കിഴക്കും വടക്കുമുള്ള അതിർത്തികളിൽ ഉയർന്നു വരികയാണ്. ഈ സാഹചര്യത്തിൽ സ്ക്വാഡ്രൺ ശേഷി കുത്തനെ കുറയുന്നതിലുള്ള ആശങ്കയാണ് ഈ നീക്കങ്ങൾക്ക് കാരണമായത്. നിലവിൽ താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ 36 റഫാൽ വിമാനങ്ങൾ ഇന്ത്യ G2G ഇടപാടിലൂടെ വാങ്ങിയിരുന്നു. റഫാൽ വിമാനങ്ങൾക്കായി ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. മാത്രമല്ല വ്യോമസേന പൈലറ്റുമാർക്ക് ഇവ ഉപയോഗിച്ച് അനുഭവ പരിചയവുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് ഭീകര താവളങ്ങളെ ആക്രമിച്ചതും റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ചാണ്. അതിനാൽ റഫാൽ വിമാനങ്ങൾ തന്നെ മതിയെന്നാണ് വ്യോമസേന നിശ്ചയിച്ചത്. ഇതോടെ ഇന്ത്യയെ നോക്കി ദൂരത്തു നിന്ന് ആക്രോശിക്കാനല്ലാതെ നേരിട്ട് നിന്ന് ഒന്ന് നോക്കാൻ പോലും വിദേശ ശക്തികൾ ഭയക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച